ഇന്നൊരു ലോങ് ജേണിയാണ് കേട്ടോ. അതുകൂടാതെ വളരെ എക്സൈറ്റഡുമാണ്. കാരണം ഞങ്ങൾ ചെന്നൈക്ക് പോവാണ്. പതിവ് പോലെ തന്നെ ഇന്നും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചു. യാത്ര ചെയ്യുക അതൊരു ഹരമാണ്. അതൊരു വേറൊരു മൂഡാണല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അതിൻ്റെ കൂടെ നല്ലൊരു മഴയും കൂടിയാണെങ്കിലോ പൊളിക്കുമല്ലേ. എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഓവർ എക്സൈറ്റഡും കൂടി ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. തൃശ്ശൂർ എത്തിയപ്പോൾ ഇവരൊക്കെ കയറി. ഒറ്റക്കുള്ള യാത്രയായിരുന്നില്ല. ഞങ്ങൾ ടീമായിട്ട് ഒരു 23 പേരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഇങ്ങനെ അവരുടെ കൂടെയൊക്കെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും അവരുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാനും സാധിച്ചത് ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അങ്ങനെ വീണ്ടും പല മുഖങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. രാത്രിയായി, എല്ലാവരും കിടന്നു, ഞാനും കിടന്നു. ട്രെയിനിൽ ഒരു ഗുഡ് നൈറ്റ്. അങ്ങനെ ചെന്നൈ സെൻട്രലിലെത്തി. രാവിലെ 6 മണിക്ക്. ഗുഡ് മോർണിംഗ് ചെന്നൈ. പിന്നെ ഞങ്ങളൊരു ഓട്ടമായിരുന്നു. ഫ്രഷപ്പ് ആവാനുള്ള തിരക്കാണേ. ഇനി നേരെ ഓഫീസിലേക്ക് പോകണം. റെനോവേറ്റ് ചെയ്ത ഓഫീസ് കാണാൻ തിടുക്കാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ സുന്ദരികളും സുന്ദരന്മാരുമായി ഞങ്ങൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. എല്ലാവരും, ഷെമിത മാമ, ഹസ്ബൻഡ്, ഫാജി, ബ്രോസാന, എൻ്റെ ഹസ്ബൻഡ്, കുറച്ചുപേർ ഇപ്പോഴും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണേ. അപ്പോൾ ഒരുക്കം കൂടും. അങ്ങനെ പിന്നെ ഒരു മാല കെട്ടിക്കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ടായി. അത് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ സമാധാനമായി. മാല പൊട്ടിയ സന്തോഷമാണോ എന്നറിയില്ല. സിൽഷ മാമിന് കുറച്ച് ചിരിയൊക്കെ കൂടി. പിന്നെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സംസാരം നിർത്തി ആ വീഡിയോയിലേക്ക് നോക്കുമല്ലേ. അങ്ങനെ പിന്നെ ആ സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയി. അങ്ങനെ ചെന്നൈ പ്രഭാതത്തിൽ ഒരു പ്രാതൽ. സന്തോഷം കൂടിയതുകൊണ്ട് വിശപ്പ് വളരെ കുറവായിരുന്നു എനിക്ക്. നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഒരു ഡോഗ് വന്ന എക്സ്പ്രഷനാണ് കേട്ടോ അത്. നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം മെട്രോ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു ചെറിയ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കഴിഞ്ഞു. മിറർ കണ്ട എക്സൈറ്റ്മെൻ്റ് ആണോ എന്നറിയില്ല. സിൽഷാമ്മ ഫോട്ടോ എടുക്ക് ഒരു വീഡിയോയിൽ അതവിടെ ഒപ്പിക്കേണ്ടി വന്നു. പിന്നെ എല്ലാവർക്കും കൂടി മെട്രോന്ന് ടിക്കറ്റൊക്കെ എടുത്തു. മെട്രോ സ്റ്റേഷൻ നമ്മുടെ കൊച്ചി മെട്രോ പോലെയല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ലക്ഷറി മെട്രോ സ്റ്റേഷനായിട്ട് ഫീൽ ചെയ്തു ചെന്നൈ മെട്രോ. അതുമാത്രമല്ല, മെട്രോ വന്ന് നിൽക്കുന്നത് ഒരു ഡോർ ഓപ്പണിംഗ് സിസ്റ്റത്തിൽ തന്നെയായിരുന്നു. അത് കുറച്ചും കൂടി എനിക്ക് സേഫ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് കഴിഞ്ഞ് മെട്രോ വരാൻ വേണ്ടി അവിടെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു. മെട്രോ വന്നപ്പോൾ ഭയങ്കര റഷായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് സ്റ്റേഷനിലായിരുന്നു ഇറങ്ങേണ്ടത്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ റഷൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെട്രോയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ഞങ്ങളുടെ വീഡിയോ എടുക്കലൊന്നും സ്റ്റോപ്പാവില്ല. ഞങ്ങൾ ആ റഷിൻ്റെ ഇടയിലും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങളുടെ കൂടെ പിന്നെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര ജോളിയാണ്. കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് മെട്രോയിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് എത്തി. ഒന്നും വിടമാട്ടെ, അതാണ് ഞങ്ങളുടെ ഒരു കാര്യം കേട്ടോ. ഒന്നും വിടില്ല, എല്ലാം ഞങ്ങൾ ഒപ്പിയെടുക്കും. പിന്നെ ഞങ്ങൾ ഊബർ ഇട്ടതിന് ശേഷം അവിടെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു ഊബറിന് വേണ്ടി. ഊബർ വന്നതിന് ശേഷം ഞങ്ങളതാ ഓഫീസിലേക്ക് പോയി. ഓഫീസ് എത്തിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം 4 ഇയേഴ്സിന് ശേഷമാണ് ഈ ഒരു ഓഫീസ് കാണുന്നത്. പിന്നെ ഇനോഗ്രേഷൻ പാർട്ടിലേക്ക് കടന്നു. നമ്മുടെയൊക്കെ ചീഫ് മെൻറ്റർ ആയിട്ടുള്ള സജീവ് നായർ സാറായിരുന്നു ഓഫീസ് ഇനോഗ്രേറ്റ് ചെയ്തത്. എനിക്ക് പിന്നെ ഈ ഇനോഗ്രേഷനൊക്കെ ലൈവായിട്ട് ഞങ്ങളുടെ ടീമിന്, കംപ്ലീറ്റ് ഫ്യൂച്ചർവേഴ്സ് ടീമിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റർ ആവുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ക്യാപ്റ്റൻ, അവർ റോൾ മോഡൽ. ഓഫീസിൽ ദുആ ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഡേ അല്ലേ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലേക്കും കടന്നത്. എല്ലാം കഴിഞ്ഞു. ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ച് നിന്ന സമയത്താണ് ഈ ഒരു അവസരം എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഒരുപാട് ലെജൻസിന് അവിടെ നിന്ന് എനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. എവിടെയോ ഒതുങ്ങിക്കൂടിയ ഞങ്ങളെയൊക്കെ ഇന്ന് ഒരുപാട് പ്രതീക്ഷകൾ തന്നത് ഈ പ്ലാറ്റ്ഫോമാണ്. ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു അവിടെ. ബാങ്ക് കൊടുത്തുകൊണ്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത്. എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ 5 ലെജൻസ്, കമ്പനീൻ്റെ ഡയറക്ടേഴ്സ്. ആഫ്റ്റർ ഇനോഗ്രേഷൻ ക്യാപ്റ്റൻ്റെയും സജീവ് നായർ സാറിൻ്റെയും
ഒരു ചെറിയ സ്പീച്ച് ഉണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തന്നു. ഇനോഗ്രേഷന് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ലൈവായിട്ട് സൂമിൽ ഇനോഗ്രേഷൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പരിമിതികൾക്കിടയിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമാണിത്. പിന്നെ ദീപം കൊളുത്തൽ ചടങ്ങായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ. ഇത്രയും വലിയൊരു ഓഫീസിൽ ഒരു ദീപം കൊളുത്താൻ എനിക്കും സാധിച്ചതിൽ ജീവിതത്തിൽ ഇനിയും എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. നമുക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങുക. ഇതാണ് ഞങ്ങളുടെ ബൈജു സർ, ഞങ്ങളുടെയൊക്കെ മെൻറ്റർ. ആര്യ, ശ്രീ, ജാസ്മിൻ, അജ്മൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർ ഇവിടെ ഉണ്ടെന്ന്. സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ്, സീനിയർ സിറ്റിസൺസ്, എംപ്ലോയീസ് എല്ലാവരും ഇവിടെയുണ്ട്. ഇതാണ് ഫ്യൂച്ചേഴ്സിൻ്റെ കേരള ടീം. എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ചാൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫീസിൻ്റെ ഒരു ചെറിയ വീഡിയോ കണ്ടാലോ. ഇതാണ് എൻട്രൻസ് വരുന്നത്. പിന്നെ ഒരു മീറ്റിംഗ് ഹാളുണ്ട്. ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ക്യാബിൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ. വളരെ നല്ല സൗകര്യത്തോടു കൂടി ഒരുക്കിയിട്ടുള്ള ഒരു ഓഫീസാണിത്. അതുകൂടാതെ നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ ലക്ഷറി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണ്. നമുക്ക് ബിസിനസ് പ്ലാൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി 1-to-1 സെഷൻസ് ആയിക്കോട്ടെ, ഹാൾ മീറ്റിംഗ്സ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു ടീം മീറ്റിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് കേട്ടോ ഞങ്ങളുടെ ടീമിൽ നിന്ന് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നത്. അതിനുശേഷം ബോൺസാറിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ടീമിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയും വളരെ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ നിന്ന് കിട്ടി. പിന്നെ ബൈജു സാർ സംസാരിച്ചു ടീമിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ. ഞാനും സംസാരിച്ചു. അതിനുശേഷം ശ്രീജിത്ത് സാറ് വന്നു, കുറേ കാര്യങ്ങൾ ടീമിന് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. സജീവ് നായർ സാറും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇനി റിട്ടേൺ പോകേണ്ട ടൈമായി ഗൈസ്. റിട്ടേൺ പോകുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ പോയല്ലേ പറ്റൂ. ഇനിയും ഒരുപാട് ആൾക്കാരിലേക്ക് വെളിച്ചം പകരാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് റിട്ടേൺ ആയത്. യാത്രയിലായതുകൊണ്ട് ഇഷായും മൈരുപും കൂടി മൂപ്പർ ഒരുമിച്ച് നിസ്കരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. തൃശ്ശൂർ എത്തിയപ്പോൾ ഷമിത മാമും ഹസ്ബൻഡും ഇറങ്ങി. ഞങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റേഷനായിരുന്നു ആലപ്പുഴ. അപ്പോഴേക്ക് ട്രെയിനിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരാൻ നേരത്ത് ചെന്നൈയിൽ നിന്ന് നല്ല മഴയൊക്കെ കിട്ടിയതുകൊണ്ട് പോകുമ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ ഇടേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഇനി ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ടാസ്കും കൂടിയുണ്ട്. ഈ പുറത്തേക്കുള്ള വഴി കിടക്കുമ്പോൾ മക്കളെ സോപ്പിടാനും എന്തെങ്കിലും വേണം. അങ്ങനെ അവരെ സോപ്പിടാനുള്ള കാര്യങ്ങളും കൂടി സെറ്റായി. അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. താങ്ക് യു ഡിയേഴ്സ്.